സംഘടന അമ്മയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മാല പാർവതി പ്രതികരിക്കുന്നു. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. തമാശയായ ഒരു ആരോപണമാണ് എന്ന് തോന്നിയാലും അത് പോക്സോ കേസായിരുന്നു. അത് മറ്റ് നോർത്തിലൊക്കെ ഉള്ളതിലൊക്കെ സെക്സ് സ്കാൻഡലിലൊക്കെ പറഞ്ഞ് അടിച്ചു വന്നിരുന്നു. ആ തരത്തിൽ ആക്ഷേപിക്കപ്പെട്ട് പിന്നാക്കം കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളെല്ലാം നടന്നിരുന്നു, കുക്കൂനെയാണെങ്കിലും ശ്വേതയാണെങ്കിലും. പക്ഷെ അതിനെല്ലാം ചേർത്തുകൊണ്ട് ഒരു വലിയ മത്സരമാണ് ഇവിടെ നടന്നത്. വളരെ നല്ല രീതിയിൽ. ഞാനത് ഒരിക്കലും സ്ത്രീകളുടെ മാത്രം വിജയമായിട്ട് പറയില്ല. എല്ലാവർക്കും കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശ്വേതയും കുക്കും ജയിച്ചിരിക്കുന്നത്. ശ്വേതയും കുക്കും മാത്രമല്ല, ഈ പാനൽ തന്നെ ഒരു സ്ത്രീ സൗഹൃദ പാനലാണ്. കഴിഞ്ഞ പ്രാവശ്യം ശ്രീ മോഹൻലാൽ പോയപ്പോൾ പറഞ്ഞു സ്ത്രീകൾ വരട്ടെ എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ അൻസിബ ഹസൻ ആദ്യമേ ജയിച്ചു ജോയിന്റ് സെക്രട്ടറി ആയിട്ട്. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ലക്ഷ്മിപ്രിയ ഉണ്ട്. അതുപോലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ 4 സ്ത്രീകളുണ്ട്. സരയു അടക്കം, നീനാക്കുറുപ്പ് അടക്കം 4 സ്ത്രീകളുണ്ട്. വലിയ മാറ്റത്തിൻ്റെ തുടക്കമായിട്ട് ഞാൻ കാണുന്നു. ഹേമ കമ്മിറ്റി വന്ന സമയത്ത് ഈ എന്തൊക്കെയാണ് മോശം രീതികൾ സിനിമയിൽ നിലനിൽക്കുന്നതെന്ന് പറയുന്നത് ഒരുപക്ഷെ എല്ലാവർക്കും ഒരു തിരിച്ചറിവായിരുന്നു കാണാം. ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടോ, നിങ്ങളൊക്കെ ഇതൊക്കെ അനുഭവിക്കുന്നുണ്ടല്ലേ, അതിൻ്റെയൊക്കെ ഒരു തുടക്കമായിട്ടാണ്, ഒരു മാറ്റമായിട്ടാണ് ഞാനതിനെ കാണുന്നത്. എല്ലാ സംഘടനകളിലും മാറ്റം വരുന്നതിന് മുമ്പ് തന്നെ അമ്മയിൽ ഈ മാറ്റം വന്നതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. ഈ മാറ്റം മാധ്യമപ്രവർത്തകർ AMM എന്നുള്ള വിളി മാറ്റി അമ്മ എന്നുള്ള വിളി ഞങ്ങൾക്ക് തിരിച്ചു തരും എന്നുള്ള പ്രതീക്ഷ ഞാൻ മുന്നോട്ട് വയ്ക്കുകയാണ്. കാരണം അങ്ങനെ ഒരു മാറ്റത്തിന് വേണ്ടി ഞങ്ങളെല്ലാവരും ഫൈറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഞങ്ങളെ വീണ്ടും ഇതാക്കരുത്. ഞങ്ങളുടെ ഫൈറ്റിൽ നിങ്ങൾ കൂടെ നിൽക്കണം. AMM അല്ല, അമ്മയാക്കി ഞങ്ങൾ മാറ്റിത്തരാം. അതിനുവേണ്ടിയുള്ള ശ്രമമാണ് നടത്തിയത്. അത് ഇനിയും തുടരും. സംഘടനയിൽ നടന്ന തെരഞ്ഞെടുപ്പ് ജനാധിപത്യത്തിൻ്റെ വിജയമാണ്. വനിതാ സൗഹൃദപരമായിരുന്നു ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുക്കപ്പെട്ടവർ ഭൂരിപക്ഷവും വനിതകളായതിനാൽ ഏറെ സന്തോഷമുണ്ട് എന്നാണ് നടി മാല പാർവതി മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. എന്തോ ഞങ്ങൾ കൂടുതൽ ലേഡീസാണ് ഈ പ്രാവശ്യം വന്നിരിക്കുന്നത്. പ്രസിഡന്റ് ലേഡിയാണ്, സെക്രട്ടറി ലേഡിയാണ്, വൈസ് പ്രസിഡന്റ് ഒരു ലേഡിയും ജയൻ ചേട്ടനൂടെയാണ്, ജോയിന്റ് സെക്രട്ടറി ലേഡിയാണ്. പിന്നെ റിസർവേഷൻ സീറ്റിൽ 4 ലേഡീസ് ഉണ്ട്. അങ്ങനെ കൂടുതൽ ലേഡീസാണ്. ഒരുപാട് സന്തോഷം. ഞങ്ങൾ അമ്മയെ ആദ്യമായിട്ടാണ് ഇത്രയും ലേഡീസ് ഒന്നിച്ച് നയിക്കാൻ പോകുന്നത്. അതിന് നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയും പിന്തുണയും വേണം. താങ്ക് യു. എന്തോ തീർച്ചയായിട്ടും ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. താങ്ക് യു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി. വണ്ടി എടുക്കാം. എന്തോ വലിയ മാറ്റത്തിനാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. എങ്ങനെ കാണും? വളരെ സന്തോഷകരവും അഭിമാനകരവുമായിട്ടുള്ള ഒരു മുഹൂർത്തമാണ്. ഈശ്വര കൃപയാൽ എല്ലാ അംഗങ്ങളുടെയും സപ്പോർട്ടോട് കൂടിയിട്ട് വളരെ ഗംഭീരമായിട്ട് 3 വർഷം അമ്മയെ നയിക്കാനായിട്ട് സാധിക്കുമെന്ന് വിചാരിക്കുന്നു. വലിയ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ ഇതിനെ ഇടയ്ക്ക് സംഭവിച്ചു. മത്സരാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക നൽകിയത് മുതൽ വലിയ ആരോപണങ്ങൾ പലർക്കുമെതിരെ വന്നിരുന്നു. അതൊക്കെ അതിജീവിച്ചാണ് ഇപ്പോൾ ഇത്തരത്തിൽ. അതിലൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള നടപടികളും കാര്യങ്ങളും? തീർച്ചയായിട്ടും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിൽ അമ്മയിൽ പരിഹരിക്കപ്പെടേണ്ട കാര്യങ്ങളുണ്ട് എന്നുള്ള ചില കാര്യങ്ങളുണ്ട്. നമുക്ക് തന്നെ അത് കേട്ട് അത് അഭിപ്രായങ്ങൾ അറിഞ്ഞ് അതെന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് അറിയേണ്ട വിഷയങ്ങളുണ്ട്. അത് എല്ലാ അംഗങ്ങളിലേക്കും എത്തേണ്ട കാര്യങ്ങളുണ്ട്. അത് പൊതുജനങ്ങളെ അറിയുന്നതിനേക്കാൾ ഉപരി നമ്മുടെ അമ്മയിലുള്ള അംഗങ്ങൾ തന്നെ അതിലൊക്കെ ഒരുപാട് വറീഡായിട്ടുള്ളവരുണ്ട്. നമ്മൾ തന്നെ ഓരോരുത്തരെ വോട്ടിൻ്റെ കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് വിളിക്കുമ്പോഴും ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, എന്താണ് അതിൽ നിജസ്ഥിതി എന്ന് ചോദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ കമ്മിറ്റി തീർച്ചയായിട്ടും അതായിരിക്കും ആദ്യം അന്വേഷിച്ച് പരിഹരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ അതിനുശേഷമുള്ള കാര്യങ്ങളിൽ അങ്ങനെ ശ്വേത ചേച്ചിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തിലൊക്കെ അമ്മയിൽ ഏതെങ്കിലും ഒരു അംഗത്തിന് അങ്ങനത്തെ ഒരു അവരുടെ ഒരു കൈ അതിന് പിന്നിലുണ്ട് എന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല. അങ്ങനെ ഞാൻ വിചാരിക്കുന്നില്ല.